that fashion show was one with a twist. And they were beautiful, right? So we are going to the last segment now for the Marian mothers. This one is very special to many of us. It's to all the moms here in the audience, some, and also for the moms who are present with us and some who have passed away. So this is in memory of them. Children, I know you have a great experience with each of your moms. You know their unconditional love. They pick you up when you fail and fall, and they also push you to be your best, right? So this one is a big shout out to all the moms and the grandmothers in the audience. This one's for you. പ്രവാസിയുടെ മനസ്സ് എന്നും സംഘർഷഭരിതമാണ്. സുഖസൗകര്യങ്ങളുടെ ഇടയിലും വേർപാടിന്റെയും ഒറ്റപ്പെടലിന്റെയും അസ്ഥിരതയുടെയും നടുവിൽ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ പ്രയാസപ്പെടുന്ന ഒരു സംഘർഷം. അതുപോലൊരു പ്രവാസിയായ ഒരു അമ്മയുടെ ജീവിതകഥയാണിത്. ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. എ സ്റ്റോറി ഓഫ് ആൻ ഇമിഗ്രന്റ് മദർ. Happy birthday, Amachikutti! Don't be sad. Amama is praying for all of us. I know it's her death anniversary, but it's your birthday too. She would want you to be happy. We have something fun planned for you today. We are going to love you, take care of you, and pamper you a lot. Come on, Mom. Let's go.
മോൾക്കായന്റെ താലോലങ്ങൾ നിലാവിൻ വിശാലതയിൽ നീലപ്പട്ടുറുമാലിൽ കിടന്നുറങ്ങ് ഒന്നൂഞ്ചലി എന്നൂഞ്ചലി അമ്മ മോൾക്കായന്റെ താലോലങ്ങൾ നന്മയൊന്നീനും പകരം തരാൻ നന്ദിയോദിയാൻ മതിയാകില്ലമ്മേ. Amichikutti, tell us about our mama. Your Amichikutti? Yeah, Mom. We want to know more about Amama. ചോടാ അമ്മാമ്മയെ കുറിച്ച് പറയാനാണെ അമ്മാമ്മ ഒരു വലിയ സംഭവമായിരുന്നു. എൻ്റെ അമ്മയേക്കാൾ വലിയൊരു പോരാളി മറ്റാരുമില്ല. പുലരിയിൽ തഴുകിയ കൈകളും ഇരുളിൽ തലോടിയ കരങ്ങളും എൻ്റെ അമ്മയുടേതായിരുന്നു. ഇടയ്ക്കൊക്കെ പനി വരുമ്പോൾ അമ്മയുടെ സ്നേഹം നിറച്ച ആ ചുക്കുകാപ്പി അത് കുടിച്ചാൽ മതി എല്ലാം മാറാൻ. എൻ്റെ അമ്മച്ചിക്കുട്ടി, എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിക്കുട്ടി. അമ്മ പറഞ്ഞായിരുന്നു, നല്ല കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു രാത്രിയാണ് ഞാൻ ജനിച്ചു വീണത്.
ആ മറിയക്കുട്ടി, ഒന്ന് നിന്നേ. മോളുടെ കല്യാണമാണെന്ന് കേട്ടല്ലോ. എപ്പോഴത്തേനാണ്? ആ അന്നാമ്മ കൊച്ചേ, എന്തുണ്ട് വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. പിന്നെ കല്യാണം ഉറപ്പിച്ചു, ഈ മാസം അവസാനത്തേക്കാ. പയ്യൻ അമേരിക്കയിലാണ് കേട്ടോ. കെട്ടുകഴിഞ്ഞ് രണ്ടുപേരും ഉടനെ അങ്ങ് പോകും. ജീവിതം എന്നത് ഒരു സ്വപ്നമാണ്. ഒരിക്കലും കൈവിട്ടു പോകരുതെന്ന് നാം ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ സ്വപ്നം. സ്നേഹിക്കുന്നവർ കൂടെ തന്നെ വേണം എന്ന സുഖമുള്ള സ്വപ്നം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ
ചിലപ്പോൾ ജീവനോളം സ്നേഹിക്കുന്നവരെ നമുക്ക് വിട്ടകന്ന് നിൽക്കേണ്ടി വരും. നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഒരുപാട് സ്വപ്നങ്ങളുമായി മറ്റൊരു നാട്ടിൽ ചേക്കേറിയ കുറേ പ്രവാസികളുടെ നടുവിൽ അവളും ഒരു പ്രവാസിയായി എത്തി. Ladies and gentlemen, thank you for waiting. We would now like to continue boarding for all economy class customers. അമ്മച്ചിക്കുട്ടി, ഇതില് സാമ്പാർ പൊടി ഏതാ? ഉപ്പ് കുറച്ചിടാൻ പറഞ്ഞ എത്ര സ്പൂൺ ഇടണം എന്ന് പറ. ഇതൊന്നും പഠിപ്പിക്കാതെ എന്നെ ഇങ്ങോട്ട് അയച്ചോളും. എല്ലാ റെസിപ്പീസും ഒന്ന് വാട്സാപ്പ് ചെയ്ത് തന്നെ. മോളെ കണ്ടോ? അമ്മച്ചിക്കുട്ടിയെ പോലെ തന്നെ ഉണ്ട്. അയ്യോ, അവള് കരയില്ല. ഞാൻ വിളിക്കാവേ. മോളെ, മക്കൾക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ, സമ്മർ ക്യാമ്പ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കില്ല. ഞാൻ വിളിക്കാട്ടോ. അയ്യോ, സുഖമല്ലേ? എന്ത് പറ്റി? ഇനി ഉമ്മാനോട് ദേഹം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കേക്കില്ല. ഡോക്ടറെ കാണിച്ചൂടെ? മക്കള് വിളിക്കുന്നു, നീ പോയി അവരുടെ കാര്യങ്ങൾ നോക്ക്. അമ്മ പിന്നെ വിളിക്കാം. ഇന്ന് ഓണമാണ്. ഓണപരിപാടിക്ക് വരില്ലേ? ക്രിസ്മസ് പരിപാടിക്ക് എന്തായാലും കൂടണം. നല്ല ഫുഡ് കിട്ടും. പെരുന്നാളാണ്. ഒരു ബിരിയാണി അടിച്ചിട്ട് പോവാം. ഞാൻ ഇറങ്ങട്ടെ, മക്കൾക്ക് സ്കൂളുള്ളതാ. അമ്മയ്ക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ഒന്ന് നാട്ടിൽ പോയിട്ട് വരായിരുന്നു. പക്ഷെ ഞാൻ പോയ മക്കൾ, അവരുടെ കാര്യം. നീ പേടിക്കാതെ പോയിട്ട് വാ. ഞാനല്ലേ ഇവിടെ. അമ്മച്ചിക്കുട്ടി. ഓ, അച്ഛനാണോ? അമ്മച്ചിക്കുട്ടി എന്തിയെ? അമ്മ നമ്മളെ വിട്ടുപോയി മോളെ. തക്കിട്ടം തക്കിട്ടം തക്കിട്ടത്തും തകിടത്തിക്കിട്ടും. அம்மா அம்மா நீ எங்க அம்மா, உன்னை விட்டா எனக்காரு அம்மா, தேடி பார்த்தேனே காணோம் உன்னை, கண்ணாம்பூச்சிய வாணி வெல்ல, தாயே உயிர் பிரிந்தாயே, என்ன தனியே தவிக்க விட்டாயே, இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும், நான் பாடும் பாட்டுக்கு தாயே நீ உன் കണ്ണുകൾ തിരந்தாലേ പോതും. മക്കളുടെ നിന്റെയും പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടിരിക്കാണല്ലോ.
பிரிந்தாயே இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும் പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മച്ചിക്കുട്ടി 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 अब कैसे खेला गई हो Hey Mom, when are you coming back? We miss you. ടൈം ഹീൽസ് ഓൾ വൂൺസ്. ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ മറക്കുവാനുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. Happy birthday to you. Happy birthday to you. Happy birthday, dear Amachikutti. Happy birthday. സന്തോഷങ്ങളുടെ പൂത്തിരികൾ തെളിയിച്ച് അവളുടെ ജീവിതം പിന്നെയും മുന്നോട്ടു പോയി. As we come to the end of this program, let us take a moment to reflect on the two of life's greatest blessings, the gift of life and the partaker to the gift of life offered by God to us, our parents. They are the roots of our existence, the ones who stood by us in every step of our journey, offering love, guidance, and support. Let this be a heartfelt reminder that no matter how busy life gets, it is our responsibility to visit them often. Let us prioritize what truly matters, our family. It's not going to be the time we spent working late or chasing deadlines that we are going to cherish, but the precious moments we spent with those we love the most. Let's take this moment as an opportunity to reflect on our own lives, on the importance of visiting or calling our parents regularly, talking to them, and reminding them how much they mean to us. Our presence and calls are the greatest gift we can give them for the gift of life that they gave to us by partaking in the plans of God.